യേശു കർത്താവ് തന്റെ മരണത്തിൽ 3 പ്രധാന ശക്തികളെ അവൻ പരാജയപ്പെടുത്തുവാനിടയാണ്. ഒന്നാമത്തത് യഹൂദ മതമാണ്. ആ മതം യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, ബർണ്ണബാസിനെ വിട്ടുവയ്ക്കുക, യേശുവിനെ ക്രൂശിക്കുക. യേശുവിന്റെ മരണം യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒന്നല്ല. അത് സ്ക്രിപ്ചറിൻ പ്രകാരം, തിരുവചന പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടന്ന കാര്യമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മനുഷ്യ നഷ്ടമായിരിക്കുന്ന ആ ചെറുശരീരമായ അനുഭവത്തെ മടക്കി നൽകിക്കൊണ്ട് അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അതേ വചനമാണ്. ഈ മന്മയമായതിനെ നമ്മൾ ഉപേക്ഷിക്കും, അവൻ തേജസ്സുള്ളത് വിന്മയമായതിനെ